ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ചില സമയമൊക്കെ ഒരു മടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നുള്ള റീസൺ ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിയൽ വെക്കാൻ പറ്റുന്ന ഒരു ചക്കയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് അവിയൽ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കിട്ടുമ്പോഴൊക്കെ എനിക്കൊരു ഭയങ്കര ക്രേവിംഗ് ആണ് പെട്ടെന്ന് തന്നെ അവിയലുണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. സോ അങ്ങനെ കിട്ടിയപ്പോൾ ഇത് ചക്ക കിട്ടുന്ന ദിവസം ഫുള്ളും ഈ വേസ്റ്റ് കൂടുതലാണ് നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കിച്ചൺ മൊത്തം ഒരു ഇതാണ്. സോ നമ്മൾ അവിയൽ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ചക്കക്കുരുവെങ്കിലും അതിലിടണം എന്നാണ് എനിക്ക് അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണെന്നുള്ള റീസൺ എനിക്കറിയത്തില്ല. സോ എന്തായാലും നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോകാം. അപ്പോൾ എന്തായാലും ചക്ക ക്ലീൻ ചെയ്തു. അവിയലിൻ്റെ സൈസിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചു. പിന്നെ തേങ്ങ വേണം, അതിന് അരപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമലി അരപ്പ് അരയ്ക്കുന്നത് പോലെ തന്നെയാണ്, അവിയലിനുള്ള അരപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അരപ്പും അരച്ച് വെച്ചു. വെളുത്തുള്ളി, ജീരകം, കുറച്ച് കുരുമുളക്, മഞ്ഞൾ, കരിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഞാൻ അരച്ച് വെച്ചു. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു അവിയൽ സൈസിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത്. അപ്പോൾ ചക്കക്കുരു ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഒരു പേരിന് എന്തോ ഒരു ഇതിന് വേണ്ടി ഇടണമെന്ന് പറഞ്ഞു, ശാസ്ത്രത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം അതിട്ടു. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ അരപ്പും ഈ അവിയൽ പീസസ് എന്ന് പറയാനായിട്ട് നമ്മുടെ ചക്കയാണ് മെയിൻ ഇന്നത്തെ താരം. അപ്പം ചക്ക എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചായിട്ട് വെള്ളം തളിച്ച് കൊടുത്ത് നമുക്ക് ഗ്യാസിലോട്ട് വയ്ക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചക്ക അവിയൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എനിക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് രാത്രിത്തെ ഡിന്നറാണ്. രാത്രിത്തെ ഡിന്നർ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മാവ് പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം വെച്ചു. രാത്രി പൊതുവേ അങ്ങനെ ഇഡ്ഡലി കഴിക്കുന്നത് തീരെ കുറവാണ്. പക്ഷേ ചില സമയം ഒന്നും ഉണ്ടാക്കാൻ മൂടില്ലെങ്കിൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്ക് എല്ലാം വെച്ചു. അപ്പോൾ ഒരു 15-20 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഇഡ്ഡലി ആകും. പിന്നെ മസാല ദോശ കഴിക്കാനായിട്ടുള്ളൊരു ഭയങ്കര ക്രേവിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മസാല ഉണ്ടാക്കി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ദിവസങ്ങളിൽ എനിക്ക് ചിലപ്പോൾ നല്ല കുക്ക് ചെയ്യാനുള്ള മൂടുള്ള ദിവസങ്ങളിൽ ചട്നി സാമ്പാറും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ട്, ഇന്ന് മസാല ദോശയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്നി താളിക്കണം. ഇനിയിപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് മിക്സി കപ്പിൽ നിന്ന്. ഇനി ഒന്ന് ചട്നി താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ചട്നി റെഡിയായി കേട്ടോ. അതിനോടൊപ്പം തന്നെ ഞാൻ സാമ്പാറിനും കൂടെ താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇഡ്ഡലി ഫ്രഷ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ വരുന്ന ആ ഒരു സമയത്തിനാണ് ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് മാവ് കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനാണ്. ബിക്കോസ് മസാല ദോശ നമുക്കങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഒരു മസാല ദോശയെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കിയത്. അങ്ങനെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുറേ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നെയ്യും കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലയും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് എടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് റെസിപ്പി മോഡായിട്ടൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. നോർമലി എനിക്കൊരു ക്രേവിങ് വന്നു മസാല ദോശ കഴിക്കാനായിട്ട്. സോ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു മൗത്ത് വാട്ടറിങ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് എഗെയിൻ ഒരു മസാല ദോശ കിട്ടിയാലോ എന്നുള്ള ഒരു ക്രേവിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി, മസാല ദോശ, ചട്നി, സാമ്പാർ എല്ലാം വെച്ചൊരു സൂപ്പർ ഡിന്നറായിരുന്നു. ചേട്ടനും മോൾക്കും എല്ലാവർക്കും കൊടുത്തു. ഞാനും കഴിച്ചു. ഹാപ്പി ആയിരുന്നു. അതിന് ശേഷമാണല്ലോ നമ്മളുടെ മെയിൻ ജോലി പാത്രം കഴുകണം, അടുക്കള ഒതുക്കണം.
ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ എൻ്റെ മെസ്സി ആയിട്ടുള്ള ഒരു അടുക്കള ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് രാത്രി കിടക്കാൻ നേരത്ത് ഈ ഒരു രൂപത്തിലാക്കി ഇട്ടിട്ടാണ് പോയി കിടന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു കുഞ്ഞു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.